എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു പനീർ റെസിപ്പിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. പനീർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു പനീർ റെസിപ്പി തന്നെയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുത്തു. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ സാധാരണ ജീരകം, 2 ചെറിയ കഷ്ണം കറുകപ്പട്ട, 2-3 ഏലയ്ക്ക, 3 ഗ്രാമ്പു ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഈ സമയത്ത് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാത്തത്. ഒരു 10-15 കാഷ്നട്ട് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുകയും കൂടെ ചെയ്യണം ഈ സമയത്ത്. ഈ കാഷ്നട്ടിൻ്റെ പേസ്റ്റും ഈ പറഞ്ഞ പോലെ ഈ ഒരു പനീർ റെസിപ്പിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ മസാലക്കൂട്ടെല്ലാം ഞാനൊന്ന് വറുത്തെടുക്കുകയാണ്. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ആറി കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഞാൻ ആ കാഷ്നട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പനീറിൻ്റെ 2-3 കഷ്ണമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 200 ഗ്രാം പനീറാണ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി എടുക്കുന്നത്. ഇതിനകത്തുനിന്ന് ഒരു 3-4 കഷ്ണം ഞാൻ ഈ കാഷ്നട്ടിൻ്റെ പേസ്റ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. തൈരും കൂടെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ടിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് അതിനെ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു മസാലക്കൂട്ടാണ് നമുക്ക് പനീറിനകത്തേക്ക് ഉപയോഗിക്കുന്നത്. പൊടിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. 1/2 ടീസ്പൂൺ മാത്രം മുളക് പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനിയും അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തു. ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ വേണ്ട, അല്ലാതുള്ള വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിലേക്ക് പനീർ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 200 ഗ്രാം പനീറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം പനീറൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ എണ്ണയിൽ നിന്ന് ഇതിനെ മാറ്റുകയാണ്. ഇനി ഈ സെയിം പാനിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, സാധാരണ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 5-8 കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്നേരം മറന്നുപോയി, അതുകൊണ്ടാണേ. എന്നിട്ട് ഒരു എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നല്ലതായിട്ട് ഫ്രൈ ആയി വന്ന ശേഷം ഒരു സവാള അരിഞ്ഞതും കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു കൊടുക്കണേ. സവാളയും ക്യാപ്സിക്കവും ഒക്കെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാൻ പറഞ്ഞില്ലേ മുമ്പേ ഞാൻ കാഷ്നട്ട് മറന്നു പോയെന്ന്. അന്നേരം അത് ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കും. ആ സവാളയിലും ക്യാപ്സിക്കത്തിലും ഒക്കെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വഴച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ കാഷ്നട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ അതിന് ഒന്നിച്ചിട്ട് വഴച്ചെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ടും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായി യോജിപ്പിച്ച ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കാഷ്നട്ടിൻ്റെ ആ പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എണ്ണ തെളിഞ്ഞ് വീഴണം വട വരട്ടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ, ഒരു ഗ്രേവിക്ക് നമുക്കൊരു ഗ്രേവി വേണമല്ലോ, അതിനനുസരിച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഈ സമയത്ത് ഉണ്ടോ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത് ചെറിയ തക്കാളിയാണ്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണമെന്ന് നിർബന്ധമില്ല. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ റെസിപ്പി തന്നെയാണ് കേട്ടോ. എന്നിട്ട് മുകളിൽ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, പനീർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.